നേതൻ അവനുണ്ടാക്കിയ മിനിയേച്ചർ റോബോട്ടിനെ കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. ആ റോബോട്ട് ചെറുതാണെങ്കിലും അവൻ അതിന് വളരെ പവർഫുൾ ആയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ വലുതൊരെണ്ണം ഉണ്ടാക്കിയാൽ തന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാമെന്ന് അവൻ തീരുമാനിക്കുന്നു. അതിനുശേഷം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് റോബോട്ടിനെ നിർമ്മിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അതത്ര ഈസി അല്ല. എന്നാലും പ്രതികാരം ചെയ്യണമെന്ന വാശിയോടെ ഒരു ഘട്ടത്തിൽ അവൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ആക്ച്വലി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഫിൻ എന്നൊരു ഗാങ്സ്റ്ററും അവന്റെ ആളുകളും നേതന്റെ വീട്ടിൽ വന്ന് അവന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. അതിനുശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാം മോഷ്ടിച്ച് ആ വീടിന് തീയിടുന്നു. നേതൻ അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും നോക്കി നിൽക്കാനല്ലാതെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത ദിവസം നേതൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് പോലീസ് ഫിന്നിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാലും തെളിവില്ലെന്ന് പറഞ്ഞ് അവന് വെറുതെ വിടുന്നു. അതുമാത്രമല്ല, പുറത്തേക്ക് പോയ ഫിൻ നേതൻ പേടിത്തൊണ്ടനായതുകൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് പറയുന്നു. അയാളോട് എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്ന വാശിയിലാണ് നേതൻ ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് റെഡിയായതും ഫിന്നിനെ പ്രകോപിപ്പിച്ച് അവനെയും അവന്റെ ആളുകളെയും നേതൻ ആരുമില്ലാത്തൊരു ബിൽഡിംഗിൽ എത്തിക്കുന്നു. ഫിന്നിന്റെ ആളുകൾ നേതനെ അന്വേഷിച്ച് അകത്തേക്ക് കയറിയതും മറന്നിരുന്ന നേതൻ ആ റോബോട്ടിനെ യൂസ് ചെയ്ത് അവരെ ഓരോരുത്തരെയായി കൊല്ലുന്നു. അതിനുശേഷം റോബോട്ട് പുറത്തേക്ക് വന്നതും അതിനെ കണ്ട് ഷോക്കായ ഫിൻ വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ ആ റോബോട്ട് ഒരു തടിയെടുത്തെറിഞ്ഞ് അയാളെ താഴെ വീഴ്ത്തുന്നു. അതിനുശേഷം അവനെ കാറിനകത്ത് വെച്ച് സീൽ ചെയ്ത് ഡീസൽ ടാങ്കിൽ ഹോളിട്ട് ആ കാറിനെ ബ്ലാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം നേതൻ അവനുണ്ടാക്കിയ റോബോട്ടിനെ വെച്ച് തന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്തിരിക്കുന്നു.